ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ചില്ലി പനീർ ഉണ്ടാക്കിയാലോ? ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെയിൻ ഐറ്റംസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ 250 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള 2 ക്യാപ്സിക്കം വലുതായി അരിഞ്ഞത്, സവാള മീഡിയം സൈസിലുള്ളത് 2 എണ്ണം വലുതായി അരിഞ്ഞത്, വലിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഒരു വലിയ വെളുത്തുള്ളി മുഴുവനായിട്ടെടുത്ത് ചെറുതായി അരിഞ്ഞത്, പിന്നീട് മല്ലിയില. ആദ്യമായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പനീറിലേക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പിടുക. അതിനുശേഷം കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, കുരുമുളക് പൊടി 1/2 സ്പൂൺ, അതിനുശേഷം 2 സ്പൂൺ കോൺഫ്ലോർ കൂടി ഇട്ട് ഇതിൽ കുറച്ച് വെള്ളവും തളിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യാം. 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അതേ പാത്രത്തിൽ തന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. പനീർ ഫ്രൈ ചെയ്ത് ബാക്കി വന്ന ഓയിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരല്പം കൂടുതലായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് എത്രയും കൂടുതലായിട്ടുണ്ടോ അത്രയും ടേസ്റ്റ് നമ്മുടെ ചില്ലി പനീറിനുണ്ടാകുന്നതാണ്. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് വഴഞ്ഞ് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം വലുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഇനി ക്യാപ്സിക്കവും സവാളയും ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും 1 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ സോയാ സോസ്, 1 സ്പൂൺ ടൊമാറ്റോ സോസ്, 1 സ്പൂൺ ചില്ലി സോസ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പനീർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളത്തിലേക്ക് 1 സ്പൂൺ കോൺഫ്ലോർ കലക്കിയെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അവസാനമായിട്ട് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ കേട്ടോ. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.